ഹലോ നമസ്കാരം, രഞ്ജിത്ത് അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പാർട്ട്ണർഷിപ്പുകളെ കുറിച്ചാണ്. കേരളത്തിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. നമുക്കറിയാലോ, നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് പരാജയ കഥകൾ പാർട്ട്ണർഷിപ്പുകളുടെ കണ്ടിട്ടുണ്ട്. അതിലൊരു 5 കഥകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വളരെ ബ്രീഫായിട്ട് പറയാം കേട്ടോ. 5 ഇൻസ്റ്റൻസസ് ആണ്. ഈ 5 കാരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ 5 കാരണങ്ങൾ അല്ലെങ്കിൽ 5 കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ 5 കഥകളിലൂടെയാണ് ഞാൻ ഈ കാരണങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ കഥ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെ കുറിച്ചാണ്. അദ്ദേഹം UK-യിൽ നിന്ന് MBA ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് എറണാകുളംകാരനാണ്. അദ്ദേഹം പലതരത്തിലുള്ള ഐഡിയാസ് ഇങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹം ഈ കൺസ്യൂമർ ബിഹേവിയറും സൈക്കോളജിയൊക്കെ പഠിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാത്രം ഐഡിയ ഒന്നുമല്ല, വേറെ 1-2 പേരും കൂടി ഉണ്ട്. പക്ഷേ ഇദ്ദേഹമാണ് ലീഡർഷിപ്പിൽ നിൽക്കുന്നത്. അങ്ങനെ പല ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ കുറച്ചൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു 10-60 വയസ്സുള്ള ഒരു ഓൺട്രപ്രണറുടെ അടുത്ത് ഇത് പിച്ച് ചെയ്തു. അദ്ദേഹത്തിന് ഇവൻ്റെ ഒരു സംസാര ശൈലിയും ആ ചുറുചുറുക്കും എനർജിയും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനാണെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു ആപ്പിനകത്ത് പറയാൻ പറ്റുമെന്ന് അറിയില്ല, ആപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം പലപ്പോഴും ഇതെന്താണ്, ഇതിൻ്റെ ടെക്നോളജി എന്താണ്, ടെക്നോളജി ഫ്രെയിം വർക്ക് എന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഇതൊന്നും പലപ്പോഴും ചിലപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾക്ക് അറിയുണ്ടാവില്ല. ചിലപ്പോൾ ഇതിൻ്റെ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള വശം കണ്ടിട്ടായിരിക്കും വരുന്നത്. ഏകദേശം അങ്ങനെ തന്നെയാണ് ഇദ്ദേഹം വന്നത്. അങ്ങനെ ഇവർ 2 പേരും കൂടി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്നുള്ള രീതിയിൽ, പാർട്ട്നേഴ്സ് എല്ലാം ഡയറക്ടേഴ്സാണ് ആക്ച്വലി, പക്ഷേ 2 പേരും കൂടിയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അതിൻ്റെ ബിസിനസ് പ്ലാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു. ബിസിനസ് പ്ലാനിൽ നമ്മളാണ് ഉണ്ടാക്കിയത്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബിസിനസ് പ്ലാനാണ്. 2 പേരും കൺവിൻസ്ഡ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയായി. പക്ഷേ ആദ്യത്തെ ഫേസിൽ ഓക്കെയാണ്. ആദ്യത്തെ ഫേസിൽ വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമില്ല. രണ്ടാമത്തെ ഫേസിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അങ്ങനെ ആദ്യത്തെ ഫേസ് വലിയ കുഴപ്പമില്ലാതെ ഇംപ്ലിമെൻറ്റേഷനൊക്കെ ആയിട്ട് ചെറിയൊരു ടീമിനെയൊക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് ഏകദേശം 8-9 പേരുള്ളൊരു ടീമൊക്കെ ആയിട്ട് ബിൽഡ് ചെയ്ത് ഒരു വർഷത്തോളം കടന്നുപോയി. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അവർ 1-2 സ്ഥലത്ത് ഫർദറായിട്ട് പിച്ച് ചെയ്ത് തുടങ്ങി. ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പിച്ച് ചെയ്യുന്നു. അങ്ങനെ ബാംഗ്ലൂർ പോയി, പൂനെയിൽ പോയി 3-4 പിച്ചിങ്ങുകൾ VCസിനെയൊക്കെ മീറ്റ് ചെയ്തു. ഒരു VC റൗണ്ടിലേക്കൊന്നും പോകാൻ പറ്റില്ലെങ്കിലും ഇനീഷ്യലായിട്ടുള്ളൊരു ഫണ്ടിങ് എന്നുള്ള രീതിയിൽ ചിലപ്പം കിട്ടുമെന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടായി. കാരണം പല ആൾക്കാരും നല്ല റെസ്പോൺസസൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറച്ചിങ്ങനെ മുന്നോട്ട് പോയിപ്പോൾ ഈ പ്രായമായിട്ടുള്ള നമ്മുടെ ഈ ബിസിനസ്സുകാരന് ചെറിയ ആശങ്കകൾ. അദ്ദേഹത്തിന് തോന്നി, അല്ല ഇത് ഇങ്ങനെ ഒരു റിസ്കി അഫെയറിന് പോകേണ്ട കാര്യമുണ്ട്. കാരണം ഫണ്ടിങ്ങിലേക്കൊക്കെ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക ഫണ്ടിങ് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, നല്ല റിസ്ക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസ് ആവട്ടെ, വെഞ്ചർ ക്യാപിറ്റൽ ഫേംസ് ആവട്ടെ, അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില നിബന്ധനകൾ നമ്മുടെ മുന്നിൽ വയ്ക്കും. അപ്പോൾ വെറുതെ ആരും പൈസ എടുത്ത് തരില്ല. വളരെ വ്യക്തമായ നിബന്ധനകളോട് കൂടിയാണ്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്, റിസ്ക്കി ആയിട്ടുള്ള പ്രോസസ്സാണ്. സ്ട്രിക്റ്റ് എന്നുള്ളതിനൊക്കെ റിസ്ക്കി ആയിട്ടുള്ള പ്രോസസ്സാണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായി വിചാരിച്ചൊരു ഗ്ലാമർ ഇല്ല. ഈ പറയുന്ന മൊബൈൽ ആപ്പിൻ്റെ ബിസിനസ്സിന് വിചാരിച്ച ഗ്ലാമർ ഇല്ല, ടഫാണ്. നമ്മൾ ചെയ്തിരുന്ന ട്രഡീഷണൽ ബിസിനസ്സിനേക്കാൾ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പതുക്കെ ഇദ്ദേഹത്തിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, ചുറുചുറുക്കുള്ള നമ്മുടെ ഈ ചെറുപ്പക്കാരനോട്, നിതീഷ് എന്നാണ് പേര്, അപ്പോൾ നിതീഷിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിതീഷേ ഇനി അത്ര സ്ട്രോങ് ആയിട്ട് ഇതിലേക്ക് പോകണ്ട, നമുക്ക് നമ്മളുടെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തൊക്കെ പോയാൽ പോരെ, വലിയൊരു ഫണ്ടിങ്ങിനൊക്കെ പോകണം, വലിയ പ്രശ്നമാണ്. നിതീഷ് ആകെ തകർന്ന് തരിപ്പണമായി. കാരണം അദ്ദേഹം ഇത്രയും നാൾ അധ്വാനിച്ചത്, ഇവൻ്റെ ഈ ഐഡിയ ഒക്കെ ഉണ്ടാക്കിയതൊക്കെ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ഒരു ഫണ്ടിങ്ങിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്കായിരുന്നു. അൾട്ടിമേറ്റ്ലി ഫണ്ടിങ്ങിന് പോകണ്ട എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടിലേക്ക് നമ്മുടെ ഓൾഡർ ബിസിനസ്മാൻ വന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലിയും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു. കാരണം ഫാമിലി പറയുന്നത് ഇവിടെയാണ് പ്രശ്നം അൾട്ടിമേറ്റ്ലി പൊന്തി വരുന്നത്. അതായത് 2 പേരും ലൈഫിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജിലുള്ള ആൾക്കാരാണെങ്കിൽ, 2 പേരുടെയും ലൈഫിലെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഈ 60 വയസ്സുള്ള ബിസിനസ്സുകാർ അത്യാവശ്യം റിച്ചാണ്, അദ്ദേഹം സെറ്റിൽഡ് ആണ്, വെൽത്തിയാണ്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയൊക്കെ നല്ല സെറ്റിൽഡ് ആണ്, റിസ്ക് എടുക്കേണ്ട ഒരു അവസ്ഥയിലല്ല അദ്ദേഹം ഇരിക്കുന്നത്. അതേസമയം നിതീഷിനെ സംബന്ധിച്ചിടത്തോളം നല്ല റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണുള്ളത്. നിതീഷ് അപ്പോൾ റിസ്ക് എടുക്കാൻ റെഡിയാണ്, ഹീസ് റെഡി, എന്തിനും റെഡി ആയിട്ട് നിൽക്കുക. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇദ്ദേഹം റെഡിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളായി, പ്രശ്നങ്ങളായി. 1 വർഷത്തിനുള്ളിൽ വലിയ രീതിയിൽ ഇവർ തമ്മിലൊരു ഫ്രിക്ഷനായി, ഒരു ഗ്യാപ്പായി എന്നുള്ളതാണ് സത്യം. അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം പിന്മാറാം എന്നുള്ള തീരുമാനമായി. പിന്മാറുമ്പോൾ ഇദ്ദേഹത്തിന് വലിയൊരു ഫണ്ട് നിതീഷ് തിരിച്ചു കൊടുക്കണം എന്നുള്ള നിബന്ധനയായി. നിതീഷ് ആ ഫണ്ട് കണ്ടെത്താനായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടു. ഒരു വിധത്തിൽ നിതീഷ് ആ ഫണ്ട് ഒപ്പിച്ച് ഇദ്ദേഹത്തിന് കൊടുത്തു. പക്ഷേ ഓപ്പറേറ്റ് ചെയ്യാൻ ഫണ്ടില്ലാതായി. അൾട്ടിമേറ്റ്ലി ആ കമ്പനി അവിടെ വെച്ച് പിന്നെ ഒരു 6 മാസം കൂടി നിതീഷ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചെങ്കിലും പിന്നീട് ഫണ്ട് ലഭിക്കാനോ മുന്നോട്ട് പോകാനോ കഴിയാതെ ആ കമ്പനി അവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുണ്ടായത്.
അപ്പോൾ പലപ്പോഴും ചെറിയൊരു പ്രശ്നത്തിൽ നിന്ന്, അതായത് ജീവിത പ്രശ്നമാണ് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ നിന്ന് തുടങ്ങിയ ഒരു കമ്പനി പൂട്ടുന്ന അവസ്ഥയിലേക്ക് വരെ പാർട്ണർഷിപ്പ് ഇഷ്യൂസ് കൊണ്ടുവന്നെത്തിക്കാം. അപ്പോൾ നിങ്ങളൊരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ അതേ പ്രയോറിറ്റി തന്നെയാണോ ഈ ബിസിനസ്സിന് അദ്ദേഹം കൊടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ പ്രയോറിറ്റിയാണ് ആദ്യത്തെ ഫാക്ടർ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിതീഷിൻ്റെ കമ്പനി ഇല്ലാതായത് ഈ പ്രയോറിറ്റിയുടെ ഡിഫറൻസ് കൊണ്ടാണ് എന്നുള്ളത് എനിക്ക് വളരെ നേരിട്ടറിയാവുന്ന ഇഷ്യൂ ആയതുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം പറയുന്നു, പ്രയോറിറ്റി ഏകദേശം ഒരുപോലുള്ള ആളുകളെ പാർട്ട്നേഴ്സ് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തേതും ഇതുപോലെ തന്നെ ഉള്ള മറ്റൊരു ഇൻസിഡൻ്റ് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, അതിനെ മിസ്അലൈൻഡ് ഗോൾസ് എന്നാണ് ഇപ്പോൾ പറയുക. അതായത് ഒരാളുടെ ഗോള് ഒന്നായിരിക്കും, മറ്റൊരാളുടെ ഗോള് വേറൊന്നായിരിക്കും. അതായത് കമ്പനി നടത്തുന്നതിന് ഒരാൾ ആക്ച്വലി ഒരു പ്രൗഡ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവിച്ചത്. നന്നായി നടന്നുകൊണ്ടിരുന്ന ഒരു FMCG കമ്പനി, അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും മാത്രമേ ഉള്ളൂ. അപ്പം അത്യാവശ്യം കുറച്ച് ഫണ്ട് ആവശ്യം വന്ന സമയത്ത് നാട്ടിലുള്ള ഒരു പ്രമാണി, അദ്ദേഹം തടിക്കച്ചവടവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രമാണിയാണ്, അദ്ദേഹത്തിനോട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബ്രാൻഡ് മുതലാളിയാണ് എന്ന് പറയണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ബ്രാൻഡ് ആണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത്, ബ്രാൻഡിൻ്റെ മുതലാളി ഇദ്ദേഹമാണ് എന്ന് പറയണം, ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അത് കഴിഞ്ഞു, അദ്ദേഹം കുറേ ഇൻവെസ്റ്റ് ചെയ്തു. ഇവർ രണ്ടുപേരും കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പല പരിപാടികൾ വരും, മേജറായിട്ടുള്ള ഇവൻറ്റ്സ് വരും, ഇവരുടെ തന്നെ ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റ് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അവാർഡ് ഫംഗ്ഷൻസ് വരും. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ നമ്മുടെ മറ്റേ പുള്ളി തന്നെയാണ് പോകുന്നത്. നമ്മുടെ തടി മില്ലുകാരനെ, തടിക്കച്ചവടക്കാരനെ അധികം കൊണ്ടുപോകുന്നില്ല, കാരണം അദ്ദേഹത്തിന് കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ ഒരു ബ്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രമുള്ള ഒരു എബിലിറ്റി അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഈഗോ അടിച്ചു. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ആകെ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനാണ് ഈ ബ്രാൻഡിൻ്റെ മുതലാളി എന്ന് നാട്ടുകാർ മുഴുവൻ അറിയണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിൻ്റെ ഇൻറ്റൻഷൻ, ഗോള് എൻറ്റയർലി ഡിഫറെൻറ്റാണ്. അപ്പം ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഫണ്ടിന് വേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തെ ഉപയോഗിച്ച്, ഒരു ടൂളായി സത്യം പറഞ്ഞാൽ ഉപയോഗിച്ചെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് നല്ല കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തു. അപ്പം ഇനഫായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ കൊടുക്കാതിരിക്കുക, ഒപ്പം തന്നെ ഗോളുകൾ മിസ്മാച്ച് ആവുക. രണ്ടുപേര് രണ്ട് ഉദ്ദേശത്തോടുകൂടി ബിസിനസ് ചെയ്യുക, തീർച്ചയായിട്ടും രണ്ടുപേര് രണ്ട് വഴിക്കാൻ സഞ്ചരിക്കുന്നു, ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഫ്രിക്ഷൻ ഉണ്ടായി. പക്ഷേ അൾട്ടിമേറ്റ്ലി ആ ഇൻവെസ്റ്ററെ അദ്ദേഹം ഒഴിവാക്കി. കുറച്ച് പ്രശ്നങ്ങളാവുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ ഇൻവെസ്റ്റർ ഒഴിവാക്കി. അദ്ദേഹത്തിന് അന്ന് നല്ല ബ്രാൻഡ് ഇമേജ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വേറെ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മാച്ച് ആവുന്ന ഒരു ഇൻവെസ്റ്റർ അദ്ദേഹം കണ്ടെത്തുകയും, ഞങ്ങൾ ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആയിരുന്നു ആക്ച്വലി, വേറൊരു ഇൻവെസ്റ്ററെ കണ്ടെത്തുകയും ആ ഇൻവെസ്റ്ററുമായിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഡീലൊക്കെ വെച്ചുകൊണ്ട് വളരെ വ്യക്തമായി വിശദമായി സംസാരിച്ചുകൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയും പിന്നീട് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോഴും ആ ഇൻവെസ്റ്റർ അവരുടെ കൂടെ തന്നെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം മിസ്അലൈൻഡ് ആയിട്ടുള്ള ഗോൾസ് ആണെങ്കിൽ വലിയ പ്രശ്നമാണ്. രണ്ടു പേർക്കും രണ്ട് ആവശ്യങ്ങളാണ് എങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രയോറിറ്റിയുടെ കാര്യത്തിൽ മാത്രമല്ല, രണ്ട് ചിന്തകൾ, രണ്ട് ഡിറക്ഷനുകൾ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ എക്സാമ്പിൾ, ഇതും ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള എക്സാമ്പിളാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള വാല്യൂ സിസ്റ്റം ഉള്ള ആളുകൾ പ്രശ്നമാണ്. വാല്യൂ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇടപഴകി കഴിയുമ്പോഴാണ് മനസ്സിലാവുക. അപ്പോൾ ഇതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കഥയാണ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ്റെ ബിസിനസ് പ്ലാൻ, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ ഇദ്ദേഹം നമ്മൾ സമീപിക്കുന്നത് ഇതിൻ്റെ ഒരു വലിയ വിഷനൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വാല്യൂ സിസ്റ്റം അദ്ദേഹം ഒരു സോഷ്യൽ ഓൺട്രപ്രണറാണ്. അപ്പം അഫോർഡബിൾ ഹോംസ് ആണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. അതായത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് വീട് കിട്ടണം. ഒരു 10 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത്. 10 ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ് പ്രോഫിറ്റ് കിട്ടുക, ചിലപ്പോൾ അതിനേക്കാൾ കുറവായിരിക്കും പ്രോഫിറ്റ് കിട്ടുക. അത്തരത്തിലുള്ള വീടുകളാണ്. അപ്പം ഇതൊരു മാസത്തിലേക്ക് എത്തിക്കുക, എന്നിട്ട് പ്രോഫിറ്റ് എന്നുള്ളതിനേക്കാൾ ശരിക്കും വീടുകളില്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ വലിയ വീടുകൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ആ ചിലവിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീടുകൾ കൊടുക്കുക എന്നുള്ള വലിയ വിഷനോടുകൂടി, നല്ല വിഷനാണ് ആക്ച്വലി. അത് നന്നായി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിലൊക്കെ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനൊരു പ്ലാനിൽ ഇദ്ദേഹം പ്ലാൻ ഉണ്ടാക്കണം. അപ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇദ്ദേഹം ഒരു ചാനലിലോ മറ്റോ ഒരു ചെറിയ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് കുറേ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യത്തോടു കൂടി വന്നു. അപ്പോൾ അതിനകത്തുനിന്ന് ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ റെഡി ആയിട്ട് വന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് മാറി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായി മാറി കുറച്ച് മുന്നോട്ട് പോയപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല. അതായത് നമ്മുടെ ആദ്യത്തെ പുള്ളി ഇദ്ദേഹം നല്ല സാധനങ്ങൾ ഉപയോഗിക്കും, നല്ല കോൺക്രീറ്റ്, നല്ല സിമെൻറ്റ്, നല്ല ഇഷ്ടിക, ഇതെല്ലാം ഉപയോഗിക്കുക. ഒരു കോംപ്രമൈസും ഇല്ല. പ്രത്യേകിച്ച് കമ്പിയുടെ കാര്യത്തിലൊക്കെ, കമ്പിയൊക്കെ ഉള്ളിൽ പോകുന്നതുകൊണ്ട് ഈ കൺസ്ട്രക്ഷനിലൊക്കെ പല ആൾക്കാരും കമ്പിയിലൊക്കെ വളരെ തിരിമറി കാണിക്കും. അതിന് കനം കുറഞ്ഞ കമ്പി ഉപയോഗിക്കുക, ക്വാളിറ്റി കുറഞ്ഞ കമ്പി ഉപയോഗിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇദ്ദേഹം സമ്മതിക്കില്ല. ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് അദ്ദേഹം ചെയ്യുള്ളൂ. അപ്പം മറ്റാളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഉപാധിയാണ്. അൾട്ടിമേറ്റ്ലി ബോട്ടം ലൈൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയാണ്.
അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. മാത്രമല്ല 10 ലക്ഷത്തിൻ്റെ വീടല്ലേ, നല്ല കോംപ്രമൈസാണ്, ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പറഞ്ഞ ആ ക്വാണ്ടിറ്റി ഉപയോഗിക്കാതിരിക്കുക, പറഞ്ഞ ക്വാളിറ്റി ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെയാണ് പുള്ളിയുടെ ഒരു രീതി. അപ്പോൾ പലപ്പോഴും സൈറ്റിൽ പുള്ളിയൊക്കെ പോകും. അതായത് നമ്മുടെ പുതിയ ഇൻവെസ്റ്റർ അദ്ദേഹം സൈറ്റിൽ പോകും. അപ്പോൾ സൈറ്റിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ സപ്ലയേഴ്സായിട്ട് സംസാരിക്കും. സപ്ലയേഴ്സായിട്ട് അദ്ദേഹം സംസാരിച്ച് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ വരുത്തിയ അവസരങ്ങളുണ്ട്. പല സൈറ്റിലും പല ക്വാളിറ്റി പോയിട്ടുണ്ട്. ഇങ്ങനെ ഇത് പലപ്പോഴും പ്രശ്നങ്ങളിലേക്കും കംപ്ലൈൻറ്റുകളിലേക്കും ഒക്കെ ചെന്നെത്തി. ഞാൻ പിന്നെ പറയണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ ഇവരുടെ വാല്യൂ സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. ഒരാൾ ഒരു വളരെ വലിയ വിഷൻ്റെ പേരിൽ വലിയ ഒരു ചാരിറ്റി മനസ്സോടുകൂടി എംപത്തറ്റിക്കലായിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റാൾ ബിസിനസ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് വർക്ക് ചെയ്യുന്നു. ഈ രണ്ടാൾ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരുടെയും ചിന്താഗതികളും വാല്യൂ സിസ്റ്റവും എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. വലിയ പ്രശ്നത്തിലേക്ക് പോയി. അത് ഒരു തല്ലിൻ്റെ വക്കോളം എത്തിയ ഒരു സൈറ്റിൽ ഇവർ ഇത് പറഞ്ഞിട്ട് അങ്ങനെ അവസാനം അത് അത്ര സുഖകരമായിട്ടല്ല അവർ പിരിഞ്ഞത്. പക്ഷേ ഇപ്പോഴും കമ്പനി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം പലപ്പോഴും ഇതുപോലുള്ള മാനസികമായിട്ടുള്ള ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ ആൾക്കാർക്ക് അവിടുന്ന് റീബൗണ്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റാറില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാല്യൂ സിസ്റ്റം മാച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അടുത്തൊരു സംഭവം റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇത് സ്ഥിരമായിട്ട് കാണുന്ന എനിക്ക് ഒരു നമ്പർ ഓഫ് എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇതൊരു ആശുപത്രിയിലാണ്. അപ്പോൾ ആശുപത്രി 2 ഡോക്ടേഴ്സ് കൂടി നടത്തുന്ന ആശുപത്രിയാണ്. അപ്പോൾ ആശുപത്രിയിൽ അവല്ല ഏത് ബിസിനസ്സിലാണെങ്കിലും നമുക്കറിയാം 2-3 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ കുറേ ബന്ധുക്കൾ അവരുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പല ആളുകൾ ആ ഓർഗനൈസേഷനിൽ വന്ന് അടിഞ്ഞുകൂടും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഓഫീസ് ബോയ് എന്നൊക്കെ പറയുന്ന രീതിയിൽ, പക്ഷേ പ്രായമുണ്ട്, ബോയ് എന്ന് വിളിക്കാൻ പറ്റില്ല, അപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അദ്ദേഹം ഒരു പ്യൂൺ എന്നുള്ള രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. ഇയാൾ ഈ പാർട്ട്ണറുടെ ക്ലാസ്മേറ്റാണ്, ഒരു പാർട്ട്ണറുടെ ക്ലാസ്മേറ്റാണ്, പഴയ ചങ്ങാതിയാണ്, സ്കൂളിൽ പഠിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ ബന്ധത്തിൻ്റെ പേരിൽ വെച്ചിരിക്കുകയാണ്. ഇമോഷണൽ ആയിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്. ഇവർ തമ്മിൽ പേഴ്സണലായിട്ട് 2 അടിക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കമ്പനികളുണ്ട്. ഇതൊക്കെയാണ് സത്യം. അപ്പോൾ ഇവരിങ്ങനെ പലപ്പോഴും ഉണ്ട് ഒന്നിച്ചു കൂടുകയൊക്കെ ചെയ്യും, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇയാൾ മഹാബോറനാണ്, പ്രശ്നക്കാരനാണ്. ചിലപ്പോൾ അവിടെ വരുന്ന പേഷ്യൻസായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇയാൾ ക്യൂ നിൽക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ, അതായത് അവിടെ ഉണ്ടാകുന്ന ക്രൗഡിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കുക, പേഷ്യൻസിനെ കറക്റ്റായിട്ട് കസ്റ്റമർ കെയർ കൊടുക്കാതിരിക്കുക. ഇയാൾ സ്ഥിരം ഒരു പ്രശ്നക്കാരനാണ്. അതായത് ആശുപത്രിയിൽ വന്നിട്ടുള്ള ഏതൊരു രോഗിക്കും ഇയാളൊരു പ്രശ്നക്കാരനാണെന്നുള്ളത് മനസ്സിലാവും. നല്ല രീതിയിലല്ല, വളരെ ഹാർഷായിട്ടുള്ളൊരു സ്വഭാവമാണ് ഇദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് വലിയ പ്രശ്നമായപ്പോൾ ഒരു ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് മറ്റേ പാർട്ട്ണർ ഇയാളോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാളോട് തട്ടിക്കയറി, ആ പാർട്ട്ണറോട് ഇയാൾ തട്ടിക്കയറി, മറ്റേ പാർട്ട്ണറോടുള്ള സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് ഇയാളോടും തട്ടിക്കയറി. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം പുള്ളിക്ക് യാതൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെ സിസ്റ്റത്തെ ഇയാൾ ബാധിക്കുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഉടനെ തന്നെ അബ്ദുൽ ഖാദർ എന്നായിരുന്നു പേര് ഇദ്ദേഹത്തിൻ്റെ, ഈ ഓഫീസ് അസിസ്റ്റൻറ്റ്. അബ്ദുൽ ഖാദറിനെ ഉടനെ തന്നെ അവിടുന്ന് ടെർമിനേറ്റ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. പ്രത്യേകിച്ചും ആ പാർട്ട്ണറാണ്, അബ്ദുൽ ഖാദറിൻ്റെ ഫ്രണ്ടല്ല, മറ്റേ പാർട്ട്ണറാണ് അവിടുത്തെ മെയിനായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തി ഉടനെ ടെർമിനേറ്റ് ചെയ്തു. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. ഇത് കേട്ട ഉടനെ മറ്റേ പുള്ളി വലിയ പ്രശ്നമുണ്ടാക്കി. അപ്പം ഇത് അദ്ദേഹത്തോട് പലതവണ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ, സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പറഞ്ഞ് ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, പലതവണ വാണിംഗ് മുമ്പ് കൊടുത്തിട്ടുള്ളതാണ്. അന്നൊന്നും റെഡി ആയിട്ടില്ല, ഇദ്ദേഹം മര്യാദയ്ക്ക് പറഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞ് ടെർമിനേറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം വലിയ പ്രശ്നമുണ്ടാക്കി. ഇവർ തമ്മിൽ വലിയ വഴക്കായി, ഈ 2 ഡോക്ടേഴ്സും തമ്മിൽ വലിയ വഴക്കായി. അതിൽ ഒരു ഡോക്ടർ, അതായത് ഈ ഓഫീസ് അസിസ്റ്റൻ്റ് സുഹൃത്തായിരുന്ന ഡോക്ടർ, അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഷെയർ വാങ്ങിച്ച് പോയി അദ്ദേഹം വേറൊരു ആശുപത്രി തുടങ്ങുകയുണ്ടായി. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ, അതായത് ഒന്നാലോചിച്ച് നോക്കൂ, ഡോക്ടേഴ്സായിട്ടുള്ള വളരെ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ വളരെ ചെറിയൊരു കാര്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് പിണങ്ങുകയും പിന്നീട് ഒരു വലിയ പ്രസ്ഥാനം തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇഫ് യു ആർ നോട്ട് ഡിഫൈനിങ് ദ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ്, ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കാൻ കാരണം നിങ്ങൾക്ക് അതിന് റെസ്പോൺസിബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പവറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ പവർ ആക്ച്വലി അദ്ദേഹത്തിനാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഡിഫൈൻഡ് പ്രോപ്പർലി. അപ്പോൾ വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റഡ് അല്ല. അപ്പം നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ആർക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണ്, ആർക്ക് എന്ത് പവേഴ്സ് ആണെന്നുള്ളത് വ്യക്തമായി ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നം ഉറപ്പാണ്, 100% ഉറപ്പാണ്. പ്രത്യേകിച്ചും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ വ്യക്തമായിട്ട് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയും പവറും ഡിഫൈൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് സ്ഥിരമായിട്ട് ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ 5 കാര്യങ്ങളായിട്ട് പറയുന്നതേ ഉള്ളൂ. പിന്നീട് ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയാം, കാരണം അല്ലെങ്കിൽ ഇത് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നുള്ളതുകൊണ്ടാണ്.
ഇത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ചില ആൾക്കാരുണ്ട്, ചില പാർട്ട്നേഴ്സുണ്ട്, അല്ല നീ എല്ലാം നോക്കിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞോളേ. അപ്പോൾ എന്നിട്ട് ചിലപ്പോൾ ഗൾഫിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഗൾഫിലാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ഇബ്രാഹിം കുട്ടി എന്നാണ്. ഇബ്രാഹിം കുട്ടി ഗൾഫിലാണുള്ളത്. അപ്പോൾ ഇബ്രാഹിം കുട്ടി പറഞ്ഞിരിക്കുന്നത് നൗഫൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നൗഫലിനോട് പറഞ്ഞിരിക്കുന്നത് ഒരു ട്രേഡിംഗ് സ്ഥാപനമാണ്, പലതരത്തിലുള്ള ഹാർഡ്വെയർ ഐറ്റംസും ഇതൊക്കെ ട്രേഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്നത് നീ എല്ലാ കാര്യങ്ങളും നോക്കിക്കോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് നിന്നെ വിശ്വാസമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നൗഫൽ ആദ്യമൊക്കെ പല റിപ്പോർട്ടുകളും അതിൻ്റെ ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളും പ്രോഫിറ്റ് എത്ര വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അയച്ചു കൊടുക്കും ഇബ്രാഹിം കുട്ടിക്ക്. ഇബ്രാഹിം കുട്ടി അത് നോക്കില്ല. വാട്സാപ്പിൽ ചിലപ്പോൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ ടിക്കൊന്നും കാണില്ല. അദ്ദേഹം കാലങ്ങളായിട്ട് ഈ സാധനം റിപ്പോർട്ടാണ് വരുന്നത് കണ്ടാൽ പിന്നെ ആൾ ഓപ്പൺ ചെയ്ത് നോക്കില്ല. കാരണം പുള്ളിക്ക് താല്പര്യമില്ല, ഒന്നും വായിച്ചു നോക്കാനും പരിപാടികളൊന്നും താല്പര്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, ഒരു 2-3 മാസം ഇദ്ദേഹം നൗഫൽ സ്ഥിരമായിട്ട് അയച്ചു കൊടുക്കും, ഇബ്രാഹിം കുട്ടി നോക്കുന്നില്ല. അങ്ങനെ നോക്കാതായപ്പോൾ ഓട്ടോമാറ്റിക്കലി പതിയെ നൗഫൽ അത് അയക്കാതായി. കാരണം ഇത് എത്രയെന്ന് വെച്ചിട്ട് ഒരാൾ അയക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നൗഫൽ നിർത്തി, പരിപാടി നിർത്തി. അപ്പോൾ ഇബ്രാഹിം കുട്ടി അങ്ങനെ സ്ഥിരമായിട്ട് വിളിയുമില്ല, അങ്ങനെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ഒന്നുമല്ല ഇവർ. അപ്പോൾ നൗഫൽ നന്നായി അത്യാവശ്യം കുഴപ്പമില്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇബ്രാഹിം കുട്ടി വന്നു, സംസാരിച്ചു, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായി പോകുന്നു. അങ്ങനെ ഒരു 2 വർഷം അങ്ങനെ പോയി. ഞങ്ങൾ കാണുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഒരു സിസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മളോട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ സുഹൃത്തുക്കളാണ്, നമ്മളോട് ഇടയ്ക്ക് ഇൻട്രാക്ട് ചെയ്യും. രണ്ടുപേരും 2 സ്ഥലത്തു നിന്ന് 2 സമയത്തൊക്കെ ഇൻട്രാക്ട് ചെയ്യുക. ഇവർ തമ്മിലൊരു ഒരുമയില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അവർ തമ്മിൽ പ്രശ്നങ്ങളുമില്ല, വിശ്വാസമുണ്ട്. ഇബ്രാഹിം കുട്ടിക്ക് മെനക്കെടാൻ വയ്യ, നൗഫൽ ചെയ്യട്ടെ എന്നുള്ളതാണ്. അങ്ങനെ 2 വർഷം കഴിഞ്ഞു. അങ്ങനെ 2 വർഷം കഴിഞ്ഞ സമയത്ത് ഇബ്രാഹിം കുട്ടി വീണ്ടും ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇബ്രാഹിം കുട്ടിക്ക് ഒരു സംശയം, അല്ല അത് പ്രോഫിറ്റ് നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടുന്നില്ലല്ലോ, എന്താണ് പ്രശ്നം? ഇബ്രാഹിം കുട്ടി അപ്പോഴാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നൗഫൽ ചോദിച്ചു, അല്ല ഇക്ക ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ അയക്കാറുണ്ടല്ലോ, അപ്പോൾ ഒന്നും നോക്കാറില്ല, ചോദിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായി അയക്കാറില്ല എന്നുള്ളൂ. നമ്മുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ട്, നമുക്കത് ഇപ്പോൾ ഇരുന്ന് റിവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്ഥിരമായിട്ട് അയക്കാറുണ്ട്, പക്ഷെ പിന്നീട് അയക്കാതെ പോയി എന്നുള്ളതാണ് സത്യം. അപ്പം ആ കമ്മ്യൂണിക്കേഷനിൽ വലിയൊരു ഗ്യാപ്പ് വന്നു. ഓട്ടോമാറ്റിക്കലി ഇവർ തമ്മിലുള്ള നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് വരുന്തോറും പിന്നെ ഫിസിക്കലി ഇവരടുത്തില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നം കൂടിയാണ്. ഓട്ടോമാറ്റിക്കലി എന്താവും, നമ്മുടെ ബന്ധവും പതിയെ അകന്നു പോകും. അപ്പോൾ നമുക്ക് മറ്റൊരാളോടുള്ള ട്രസ്റ്റ് നമ്മൾ പോലും അറിയാതെ കുറഞ്ഞു വരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇദ്ദേഹത്തിന് സംശയങ്ങൾ തോന്നി തുടങ്ങി, അല്ല ഇതൊക്കെ കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടുകളാണോ, നിങ്ങൾ സ്ഥിരമായിട്ട് അയക്കുന്നില്ലല്ലോ, എന്താ അയക്കാതിരുന്നത്? അപ്പോഴൊക്കെയാണ്, അപ്പോൾ ചിലപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും ഒന്ന് ട്രിഗർ ചെയ്തിട്ടുണ്ടാവും, നിങ്ങളിതുവരെ ചോദിച്ചിട്ടില്ലേ റിപ്പോർട്ട് എന്നൊക്കെ ചോദിച്ചു കാണും. ചിലപ്പോൾ വീട്ടുകാരായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിന് വേറെ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടാവും, അയ്യോ ചോദിക്കാറില്ലേ, നൗഫൽ അവിടെ വലിയ പൈസക്കാരനായി കേട്ടോ എന്നൊക്കെ പുറത്തുനിന്ന് ആൾക്കാർ വെറുതെ തട്ടിവിടും. അതോടുകൂടി വലിയ പ്രഷറിലേക്ക് ഇബ്രാഹിം കുട്ടി പോയി. അപ്പോൾ ഇബ്രാഹിം കുട്ടി പ്രശ്നത്തിൽ കുറച്ചൊരു ഇറിറ്റേറ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നൗഫലിനും ഭയങ്കര പ്രശ്നമായി. കാരണം നൗഫൽ, ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നതാണല്ലോ, എന്നിട്ട് നിങ്ങൾ യാതൊരു തരത്തിലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്നുള്ള അവിടെ വഴക്കായി, പ്രശ്നമായി. ഇവർ തമ്മിൽ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും അവസാനം ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് ഇല്ലാതാവുകയും ചെയ്തു. പക്ഷേ നൗഫൽ അത് നടത്തിക്കൊണ്ടുപോയി, ഇബ്രാഹിം കുട്ടി അതൊന്നും പതുക്കെ മാറുകയാണ് ഉണ്ടായത്. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ ഇപ്പോൾ ഈ 5 ഫാക്ടേഴ്സ്, ഇത് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. പലപ്പോഴും നമുക്ക് ഒരാവശ്യമില്ലെങ്കിലും സ്ഥിരമായിട്ട് പാർട്ണർഷിപ്പുകളാണെങ്കിൽ റിവ്യൂ ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. ആഴ്ചയിൽ ഒരു റിവ്യൂ ഏറ്റവും മിനിമം. ഓൺലൈനായിട്ടാണെങ്കിൽ പോലും ആഴ്ചയിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിവ്യൂസ് ഉണ്ടാവുക എന്നുള്ളതൊരു മസ്റ്റാണ്. അങ്ങനെ ഒരു റിവ്യൂ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ ഫോം ചെയ്യും, നിങ്ങൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ അപ്ഡേറ്റഡ് ആയിരുന്നേ പറ്റൂ. അപ്പോൾ ഈ 5 കഥകൾ തീർച്ചയായിട്ടും നമ്മളോട് ഈ 5 വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ 5 ഫാക്ടേഴ്സ് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഓൾ ദി ബെസ്റ്റ്.